ഹേ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും 2005 ഇറങ്ങിയ ഹെർബി ഫുള്ളി ലോഡഡ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ആ മൂവിയിൽ ഒരു കാറുണ്ട്, ഒരു വണ്ടർ കാർ. ആ കാർ ഏതാണെന്ന് ചോദിച്ചാൽ വോൾക്സ് വാഗൻ്റെ ബീറ്റിലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന മോഡലും വോൾക്സ് വാഗൺ ബീറ്റിലിൻ്റെ 1:18 സ്കെയിലിൽ വരുന്ന ഒരു മോഡലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ആ ബീറ്റിൽ നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ വോൾക്സ് വാഗൺ ബീറ്റിൽ. ഇത് സോളിഡോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോഡലാണ്. അത്യാവശ്യം നന്നായിട്ട് വെൽ പാക്ഡ് ആയിട്ടാണ് ഇത് വന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡ് ഉണ്ട്, ഈ ബീറ്റിലിരിക്കുന്ന കാർ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിൽ ബേസിക്കലി 4 സ്ക്രൂവാണ് വരുന്നത്. ആ സ്ക്രൂവിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തായിരിക്കുന്ന ഈ കാർ. അപ്പോൾ വരുമ്പോൾ തന്നെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ കാർ സേഫായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. നമുക്കിത് മെല്ലെ തുറന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വോൾക്സ് വാഗൺ ബീറ്റിൽ ബാഹ ബഗ്ഗി. സോ ഈ ബാജ എന്നല്ല കേട്ടോ വായിക്കുക, ബാഹ എന്നാണ് വായിക്കുക. ഈ ബാഹ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നോർത്തേൺ അമേരിക്കയിലും മെക്സിക്കോയിലൊക്കെ നടത്തുന്ന ഒരു ഓഫ് റോഡിങ് റേസിംഗ് ഇവൻറ്റിൻ്റെ പേരാണ് ബാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾക്സ് വാഗൺ ബീറ്റിൽ ആ റേസിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ബഗ്ഗിയാണ്. അതുകൊണ്ടാണ് ഇതിന് ബാഹ എന്നുള്ള പേര് വരാൻ കാരണം. ബഗ്ഗി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി ഇങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി എൻറ്റയർലി മോഡിഫൈ ചെയ്ത് ഓഫ് റോഡിങ് സ്പെക്കുള്ള ഒരു ബഗ്ഗിയാണ് ഈ ബീറ്റിൽ. സോ അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്ലൂ കളറിലുള്ള ഡൈകാസ്റ്റ് മെറ്റൽ ബോഡിയാണ്. ഇത് മെറ്റാലിക് പെയിൻ്റ് ആണ് വരുന്നത്. പിന്നെ ബാക്കി വരുന്ന പാർട്സുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതിൽ ഈ ടയേഴ്സ് വരുന്നത് റബ്ബറാണ്. പിന്നെ ഈ മോഡലിന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇതിന് സസ്പെൻഷൻ വരുന്നില്ല. സാധാരണ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു സസ്പെൻഷൻ ഈ 1:18 സ്കെയിൽ മോഡൽസിൽ കാണാറുള്ളതാണ്. പക്ഷേ ഈ മോഡലിന് അതില്ല. ഇത് കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത് സോളിഡായിട്ട് തന്നെ നിൽക്കുന്ന കണ്ടില്ലേ. സാധാരണ സ്പ്രിങ് സസ്പെൻഷൻ വരുമ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടുമായിരുന്നു. അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ ഗൈസ്, ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രൊട്ടക്റ്റിംഗ് ബാർ കാണാം. ആ ബാറിൻ്റെ ഉള്ളിലായിട്ട് 2 ഹെല ഓഫ് റോഡിങ് ലാംപ്സ് കാണാൻ പറ്റും. ഹെല എന്നാട്ടോ അതിൻ്റെ ബ്രാൻഡ് നെയിമിൻ്റെ പേര്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാഹ ബഗ് എന്നുള്ളതിൻ്റെ ഒരു ലൈസൻസ് പ്ലേറ്റ് കാണാം. അത് ഈ കാറുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ 2 സൈഡിൽ നമുക്ക് നോക്കിയാൽ ഹാലോജൻ്റെ ഹെഡ്ലൈറ്റ്സ് കാണാം. അത് ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ഹുഡ് കാണാം. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു വിൻഷീൽഡും 2 സൈഡിലായിട്ട് മിറേഴ്സ് പ്ലേസ് ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ റിയറും ബാക്കായിട്ടുള്ള ഫെൻഡേഴ്സ് കാണാം. അതുപോലെ തന്നെ സൈഡ് ബാസ് കാണാം സ്കേർട്ടിൻ്റെ സൈഡിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റബ്ബർ ടയേഴ്സാണ് വരുന്നത്. അതുപോലെ ഇത് ഓഫ് റോഡിങ് ടയറാണ്. ആ ടയറിൻ്റെ ത്രെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു ഓഫ് റോഡിങ് ടയറാണെന്ന്. പിന്നെ ആ ടയറിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കാണാം, BF ഗുഡ്രിച്ച് മഡ് ടെറൈൻ ടയേഴ്സ് എന്നാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ റിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ടെയിൽ എൻഡിലായിട്ട് 2 പ്ലാസ്റ്റിക്കിൻ്റെ ടെയിൽ ലൈറ്റ്സ് കാണാൻ പറ്റും. ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കാണാം. പിന്നെ ഒരു ആൻറ്റീന കാണാം. ആക്ച്വലി 2 ആൻറ്റീന ഉണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ഒരു ആൻറ്റീന മിസ്സായിപ്പോയി. അപ്പോൾ ഇനി ഈ ആൻറ്റീന ഇതുകൊണ്ട് നമുക്കിതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഗ്ലൂ ചെയ്ത് ഇവിടെ വെക്കണം. പിന്നെ റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഗേജ് കാണാൻ പറ്റും. ആ ഗേജിൻ്റെ ഉള്ളിൽ തന്നെ എൻജിൻ നമുക്ക് കാണാൻ പറ്റും. എൻജിനെല്ലാം അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിലേക്ക് 4 പൈപ്പ്, എൻജിൻ നിന്ന് 4 പൈപ്പ് വരുന്ന കാണാം. ഇതൊരു 4 സിലിണ്ടർ എൻജിനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അത് ബാക്കിൽ നോക്കിയാലും നമുക്ക് ബാഹ ബഗ് എന്നുള്ള ലൈസൻസ് പ്ലേറ്റ് കാണാൻ പറ്റും. പിന്നെ വിൻഡോസ് എല്ലാം തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്പോർട്ടി ലുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോർസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ 2 സൈഡിലും ഡോർ ഓപ്പൺ ആണ്. നമുക്ക് ഈ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റിയറിങ്ങും റൊട്ടേറ്റ് ആവും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഒന്നുകൂടെ അടുത്തേക്ക് കാണിക്കും. കണ്ടില്ലേ, നമ്മുടെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ സ്റ്റിയറിങ് റൊട്ടേറ്റ് ചെയ്യും. അല്ലാതെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഡീറ്റെയിലിംഗ് എല്ലാം കുറവാണ്. ഇത്രയും വലിയ സ്കെയിലായിട്ടും ഡീറ്റെയിൽ കുറയാന്ന് പറയുന്നത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഡോറിൻ്റെ മുകളിലാണെങ്കിൽ ഡോർ പാനലിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കാണാം. പിന്നെ
വിൻഡോ മാനുവലി റൊട്ടേറ്റ് ചെയ്യുന്നൊരു വിൻഡർ കാണാൻ പറ്റും. പിന്നെ ഉള്ളിലേക്ക് 2 ബക്കറ്റ് സീറ്റ്സ് കാണാം. പിന്നെ ഡാഷ്ബോർഡിലൊന്നും തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോ അല്ലെങ്കിൽ ഫ്യൂൽ ഗേജോ അത്തരം ഡീറ്റെയിൽസുകളൊന്നും കൊടുത്തിട്ടില്ല. ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സിലേറ്റർ പെഡൽ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളിലുള്ളൂ. പിന്നെ ബാക്കിൽ റിയർ സീറ്റ്സുകളും കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിൽസ് മാത്രമേ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മോഡൽ ഞാൻ മേടിക്കുന്നത് സ്കെയിൽ ആർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ആ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സ്കെയിൽ മോഡൽസും അതിനകത്ത് കാണാൻ പറ്റും. 1:12 മുതൽ 1:64 വരെയുള്ള എല്ലാ സ്കെയിലുകളും ആ സൈറ്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 6500 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചില മോഡൽസ് വരുമ്പോൾ പെട്ടെന്ന് മേടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോകും. അപ്പോൾ ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വെബ്സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് സ്കാം സൈറ്റുകളുണ്ട്. അതിലൊന്നും പോയി ചാടരുത്. ഇത്തരം ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഇത്രയും വലിയ സ്കെയിലുള്ള കാറുകളൊന്നും തന്നെ നമുക്ക് 1000 രൂപയുടെ താഴേക്കൊന്നും കിട്ടില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കുറേ സ്കാം സൈറ്റുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. ഈ സ്കാം സൈറ്റിലൊക്കെ 600-700 രൂപയ്ക്കൊക്കെയാണ് 1:18 സ്കെയിലിലെ മോഡലുകൾ കാണുക. അത് ഓൾറെഡി സോൾഡ് ഔട്ടായ സ്റ്റോക്കുകളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ സ്കാം നടത്തുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ വീഡിയോയിൽ പുതിയ സ്കെയിൽ കാറുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ബൈ.